വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൻറ്റി ടർണിഷ് ജ്വൽസ് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി 2 പേജുണ്ട്. ഒന്ന് ക്രാഫ്റ്റിൻ്റെ ഷുഗറി ക്രാഫ്റ്റ് എന്നും പറഞ്ഞ്, അടുത്തത് LV ബൊട്ടീക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേജുണ്ട്. ആ പേജിൻ്റെ അകത്ത് നമ്മൾ ഹിജാബ്, അതുപോലെ ആൻറ്റി ടർണിഷ് ജ്വല്ലറീസ്, അല്ലാതെ കുറച്ച് ഈ സെമി ബ്രൈഡൽ ജുവൽസിന്റെ റെന്റൽസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പേജും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സെറ്റ് ഞാൻ ജുവൽസ് എടുത്ത സമയത്ത്, ആന്റി ടർണിഷ് ജുവൽസ് എടുത്ത സമയത്ത് എനിക്കൊരു ഫുൾ പീസും സെയിലായി പോയി. അങ്ങനെ ഞാൻ സെക്കൻഡ് സെറ്റ് എടുത്തിട്ടുണ്ട്. വെറൈറ്റി ഐറ്റംസ് ആണ്. വലിയ ഒരുപാട് ബൾക്കായിട്ട് പീസസ് ഞാൻ എടുക്കാറില്ല. 1-2 പീസസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതായത് ഒരു മോഡലിന്റെ 1 പീസോ 2 പീസോ മാക്സിമം, അധികം പീസസ് എടുക്കാറില്ല. ഞാൻ ഒരു പീസൊക്കെ വെച്ച് എടുക്കാറുള്ളൂ. കാര്യം എനിക്കൊരു ടെൻഷനാണ്, പോയില്ലെങ്കിലോ, സെയിലായി പോയില്ലെങ്കിലോ എന്നൊക്കെ കരുതി എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഒറ്റ പീസസ് ഒക്കെ വെച്ച് തന്നെ എടുക്കാറുള്ളൂ. പക്ഷെ മോഡൽസ് നോക്കുമ്പം ഒരു 6-7 മോഡൽസ് ഒക്കെ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ സ്റ്റാർട്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തെടുത്ത് നോക്കി സെയിലായി പോകുന്ന അനുസരിച്ച് ഇനി കൂടുതൽ എടുക്കാമെന്ന് കരുതി. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്ത ഒരു കുറച്ച് പീസസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ അല്ലാതെയും കാണിച്ചു തരാം, ഞാൻ വെയർ ചെയ്തിട്ടും ഞാൻ കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന പോസ്റ്റ് അത്ര ആ ഒരു കറക്റ്റ് ആ ഒരു ചെയിൻസിന്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. സോ ഞാൻ എന്തായാലും ആദ്യം കാണിച്ചിട്ട് നിങ്ങൾ പിന്നെ വേണമെന്നുള്ളവര് പ്രൊഫൈലിൽ കയറി അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഫസ്റ്റ് പീസ് ഞാൻ കാണിക്കാൻ നിൽക്കുന്നത് ഈ ഒരു പീസാണ്. നല്ല രസം, നല്ല ക്യൂട്ടാണ്. ഒരു റിബൺ ടൈപ്പും പിന്നെ ഒരു 3 പേളും വന്നിട്ടുള്ള ഒരു പീസാണിത്. ഫസ്റ്റ് ഇത്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുറച്ച് ഇത് എലിഫന്റിന്റെ ഒരു പാറ്റേൺ വരുന്നത്. എലിഫന്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്റ്റൽ വരുന്ന ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. അടുത്ത പീസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത പീസ് ഇതാണ്. മൊത്തത്തിൽ 6 പീസ് എടുത്തിട്ടുള്ളൂ. ഇത് അടുത്ത പീസ്. ഇത് ഇത്രയും ഗോൾഡിന്റെ ആന്റി ടർണിഷിന്റെ ആണ്. അടുത്തത് വരുന്ന ഇത് ഡബിൾ ലെയർ ആണ്. ഡബിൾ ലെയറിന്റെ സ്റ്റീൽ. ഇതിന്റെ സിംഗിൾ ലെയറിന്റെ ഗോൾഡ് ഞാൻ എടുത്ത സമയത്ത് അത് ഒറ്റ പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പീസിന് എനിക്കൊരു 4-5 ഓർഡർ പിന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ആ പീസ് എനിക്ക് പിന്നെ കിട്ടിയിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുകയാണ്. ആ പീസ് എനിക്ക് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിൽ എനിക്ക് കറക്റ്റ് ഒരു പീസസിന്റെ ബ്യൂട്ടി എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഞാൻ കോളേജിൽ, അതെനിക്ക് കഴിഞ്ഞ സെറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചതാണ്. സംഭവം ഫോട്ടോയിൽ അതിന് വലിയൊരു ഭംഗി തോന്നിയില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. കാര്യം അവള് കണ്ടപ്പോൾ പറഞ്ഞ എടി നീ ഇതിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഫോട്ടോയിൽ അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ബ്യൂട്ടി വന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അല്ലാതെയും കാണിക്കാം, ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തിട്ട് കാണിക്കാന്ന് ഞാൻ കരുതിയത്. ഇതാണ് ഫസ്റ്റ് പീസ്. ഇതിന്റെ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സംഭവം, ചെയിനും ഇതാണ്. ഇത്രയും മിനിമൽ ആയിട്ട് നല്ല ഭംഗിക്ക് കിടക്കും. അപ്പം എന്തായാലും നല്ല രസമാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒരു പീസ് എടുത്തോളൂ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പീസ് ഞാൻ എടുത്തതിന് അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു ലോക്കറ്റും ആ ഒരു ഇത് നീളം അഡ്ജസ്റ്റ് ചെയ്തിടാൻ. ബാക്കില് ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ വലിയ സീനൊന്നുമില്ല. എല്ലാരും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. ഞാൻ ഇതൊക്കെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ചെയിൻ. അപ്പൊ സെക്കൻഡ് ചെയിൻ വരുന്നത് ഇതാണ്. ഒരു ഇതില് സ്റ്റോൺസ് വന്നിട്ടുണ്ട്, ഒരു ഇതില് പ്ലെയിൻ ആണ്. ഇതും ഗോൾഡ് തന്നെ, ഗോൾഡ് ചെയിൻ ആണ്. ഓക്കെ, നല്ല രസമാണ്.
ഓക്കെ. സോ അപ്പോൾ അടുത്ത പീസാണ്. അതായത് എനിക്ക് ഇങ്ങനത്തെ പീസസ് ഇപ്പൊ തൊട്ടാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പക്ഷെ എനിക്ക് മുമ്പ് അങ്ങനത്തെ സിമ്പിൾ മീൻസ് ഒറ്റ ഒരു ലോക്കറ്റ് വന്നിട്ടുള്ള പീസസ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ പീസസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ചെറിയ മറ്റേ അമ്പലത്തിലൊക്കെ പോകാൻ നേരത്ത് നല്ല ടെമ്പിൾ വൈബ് ടോപ്പൊക്കെ ഇട്ടിട്ട് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ്. സോ അപ്പൊ അടുത്ത പീസാണിത്. നല്ല കളർഫുൾ ആണ്. സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റും. ഒരു കീ കണക്കൊരു ഹാർട്ടിന്റെ ഷേപ്പ് വന്നിട്ട് ഒരു കീ കണക്കത്തതാണിത്. പിന്നെ അല്ലാതെ കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സർക്കിൾ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ 2 പീസ് എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയൊക്കെ ഒറ്റ പീസേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ ലെയേർഡ് സിൽവർ ചെയിൻ. 2 ലെയർ ഉണ്ട്. ഇവിടെ ഒരു പാറ്റേൺ, ഇവിടെ വേറൊരു പാറ്റേൺ, വേറെ ലോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു കൂടുതലും നല്ലത് വീനെക്കായിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ, വീനെക്കായിട്ടുള്ള മിഡി ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നല്ല രസമാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അടുത്തൊരു പീസ്. ഇതാണ് എൻ്റെ ലോക്കറ്റ്. പ്ലെയിൻ ചെയിനിൽ ചെറിയ ചെറിയ ഗോൾഡിൻ്റെ ചെറിയ കുഞ്ഞു ബീഡ്സ് വരുന്ന മാതിരി ഒരു പാറ്റേൺ ആണ്. ഇത് കറക്റ്റ് പക്ക ഗോൾഡ് ഇട്ടാണൊക്കെ തന്നെ തോന്നും, ഉറപ്പായിട്ട്. കറക്റ്റ് ഗോൾഡ്, നമ്മൾ ഗോൾഡ് എങ്ങനെ, ഇത് പക്ക കറക്റ്റ് ഗോൾഡ് ചെയിൻ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. എന്തായാലും മിനിമൽ ടെക്സ് ചെയിൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടർണിഷ് ജുവൽസ്. ഞാൻ ഇത്ര പീസ് നെക്ക് ചെയിൻസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് ബ്രേസ്ലെറ്റ്സ് ആണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.